നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് ഒമിക്രോൺ കേസുകൾ ഉയരുകയാണ്. പുതിയ കോവിഡ് കേസുകൾ വീണ്ടും 200-ന് മുകളിലെത്തി. പുതുതായി 222 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം രോഗമുക്തി ഉയരുന്നത് ആശ്വാസമാകുന്നുണ്ട്. നിലവിലെ രോഗികളിൽ 106 പേർ സുഖം പ്രാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു മരണം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം 5,51,210 ആയി. ആകെ രോഗമുക്തി കേസുകൾ 5,30,284 ആണ്. ആകെ മരണസംഖ്യ 8,865 ആയി. ഇന്നലെ രാജ്യത്താകെ 32,4,71,081 കോവിഡ് PCR പരിശോധനകൾ നടത്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 98%, മരണനിരക്ക് 1.6%മായി തുടരുന്നു. അസുഖബാധിതരായി ആകെയുള്ള 2,061 പേരിൽ 28 പേരുടെ നില ഗുരുതരമാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ സ്ഥിതി തൃപ്തികരമാണ്. രാജ്യത്താകെ ഇതുവരെ 48,5,87,428 ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവെച്ചു. ഇതിൽ 24,08,93,904 ആദ്യ ഡോസാണ്. 22,09,71,482 സെക്കൻഡ് ഡോസും 17,30,339 ഡോസ് പ്രായാധിക്യമുള്ളവർക്കാണ് നൽകിയത്. 7,22,042 പേർക്ക് ബൂസ്റ്റർ ഡോസ് നൽകിയിട്ടുണ്ട്. അതേസമയം സൗദിയിൽ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. വൈറസിന്റെ വകഭേദങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നുമുള്ള കുട്ടികളുടെ സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗമായാണ് വാക്സിനേഷൻ ആരംഭിച്ചതെന്ന് മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് എടുത്ത് 3 മാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കുവാനുള്ള സംവിധാനം ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു. നേരത്തെ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് 6 മാസം പിന്നിട്ടവർക്ക് മാത്രമേ ബൂസ്റ്റർ ഡോസിനുള്ള സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. സിഹത്തി ആപ്പ് വഴിയും തവൽക്കന ആപ്പ് വഴിയും ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യാവുന്നതാണ്. സൗദിയിൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് രണ്ടാം ഡോസ് എടുത്ത് 3 മാസം പിന്നിട്ടവർക്കായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 18 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം ബൂസ്റ്റർ ഡോസ് ലഭിക്കും. ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യുവാൻ രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് 3 മാസം കഴിയണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. കോവിഡ് വകഭേദം തടയുന്നതിന് ഇങ്ങനെ കാലയളവ് ആവശ്യമാണെന്നും വകഭേദം തടയുന്നതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. കോവിഡിനെതിരായുള്ള രണ്ടാമത്തെ വാക്സിൻ എടുത്ത് 3 മാസം കഴിഞ്ഞവരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യും. ബൂസ്റ്റർ ഡോസ് വേഗത്തിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് സമയത്തെ തിരക്കുകൾ ഒഴിവാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇത്തരമൊരു നടപടിക്രമത്തിലേക്ക് കടന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. 18 വയസ്സിനും അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും നേരത്തെ ബൂസ്റ്റർ ഡോസ് വിതരണം ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളം.